നമസ്കാരം. പിടിവാശിക്കാരായ കുട്ടികളെ എങ്ങനെ കൈകാര്യം ചെയ്യാം എന്നതാകട്ടെ ഇന്നത്തെ എപ്പിസോഡ്. ഇത് ചെയ്യാൻ പ്രേരിതമായ ഒരു ഘടകം എന്തെന്ന് വെച്ചാൽ, ഒരു വീഡിയോ എൻ്റെ ശ്രദ്ധയിൽപ്പെടുകയുണ്ടായി. കോവിഡ് കാലത്തോ മറ്റോ ഷൂട്ട് ചെയ്തൊരു വീഡിയോയാണ്. ഒരു കുട്ടി പുറത്തു പോകാനായിട്ട് വാശി പിടിക്കുമ്പോൾ കുട്ടിയുടെ പേരൻസ് പറയുന്നുണ്ട്, പോലീസ് പിടിക്കും, കോവിഡ് കാലമാണ്, പുറത്തു പോകാൻ നമുക്ക് അനുവാദമില്ല എന്നൊക്കെ പറയുന്നു. പക്ഷെ കുട്ടി തർക്കുത്തരം പറയുന്നു, പോലീസിനെ ഞാൻ അടിച്ചോടിക്കും. ഇത് കേൾക്കുമ്പോൾ പേരൻസ് ഇരുന്ന് ചിരിക്കുന്നു. അതിനുശേഷം പേരൻസ് പറയുന്നുണ്ട്, ഒരു അധികാരത്തിലിരിക്കുന്ന ഒരാളിന്റെ പേര് പറഞ്ഞിട്ട് അദ്ദേഹമാണ് ഈ ഓർഡർ ഇട്ടത്, അപ്പോൾ പുറത്തു പോയാൽ അദ്ദേഹം പിടിക്കും, അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്നത് കുറ്റകൃത്യമാണ് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ കുട്ടി വളരെ മോശമായിട്ടുള്ളൊരു അസഭ്യമാണ് തിരിച്ചു പറഞ്ഞത് ആ അധികാര സ്ഥാനത്തിരിക്കുന്ന ആളിനെ കുറിച്ച്. എന്നിട്ടും പേരൻസ് അത് തെറ്റാണെന്നോ അല്ലെങ്കിൽ ഈ പറഞ്ഞ രീതി ശരിയാണെന്നോ ഒന്നും താക്കീത് ചെയ്യുന്നില്ല. അവർ വീണ്ടും കുട്ടിയുടെ ഈ ഒരു കുട്ടിത്തമെന്നോ അല്ലെങ്കിൽ വാശിയെന്നോ അല്ലെങ്കിൽ കുറുമ്പെന്നോ ഒക്കെ പറയുന്ന ഒരു കാര്യത്തെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു. എന്നിട്ട് ഇത് വീഡിയോ ഷൂട്ട് ചെയ്തതും പേരൻസ് ആയിരിക്കണമല്ലോ. ഷൂട്ട് ചെയ്തിട്ട് അതിപ്പോൾ വലിയ വൈറലായ ഒരു വീഡിയോ ആയി മാറിയിരിക്കുന്നു. ഇത് കണ്ടപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ പേരന്റിങ്ങിൽ എത്രമാത്രം അധപതനം സംഭവിച്ചു, ഏതൊക്കെ തരത്തിൽ മാറ്റം വരുത്തേണ്ടതുണ്ട് എന്ന് നാം ശ്രദ്ധിക്കേണ്ടതും അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ആലോചിക്കേണ്ടതും തിരുത്തൽ വരുത്തേണ്ടതുമായിട്ടുള്ള സമയം അതിക്രമിച്ചിരിക്കുന്നു. ഇന്നത്തെ കാലത്ത് ഒട്ടുമിക്ക പേരൻസിനും കുട്ടികളെ എങ്ങനെയാണ് വളർത്തേണ്ടതെന്ന് അറിഞ്ഞുകൂടാ. ഇതിന്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് നമ്മുടെ കുടുംബ വ്യവസ്ഥയിൽ വന്ന മാറ്റങ്ങളാണ്. കൂട്ടുകുടുംബ വ്യവസ്ഥയിൽ നിന്നും അണുകുടുംബ വ്യവസ്ഥയിലേക്ക് പല കുടുംബങ്ങളും പറിച്ചു നടപ്പെട്ടിട്ടുണ്ട്. ഇതിന്റെ ഫലമായിട്ട് പേരന്റിങ് എങ്ങനെയാണെന്നുള്ളത് അതൊരു കലയാണ്. അതെങ്ങനെ ചെയ്യണം എന്നുള്ളത് ഇപ്പോഴത്തെ തലമുറയിലെ മാതാപിതാക്കൾക്ക് അറിഞ്ഞുകൂടാ. പണ്ട് എന്ന് പറയുന്നത് കൂട്ടുകുടുംബ വ്യവസ്ഥയായിരുന്നപ്പോൾ കാരണവന്മാരുണ്ട് ഒരുപക്ഷെ 3-4 തലമുറ ഒരു കുടുംബത്തിൽ തന്നെ വസിക്കുന്ന ഒരു കാലഘട്ടത്തിൽ, അഥവാ കുഞ്ഞിന്റെ അച്ഛനും അമ്മയ്ക്കും എങ്ങനെയാണ് മാർഗനിർദ്ദേശം തരേണ്ടത് കൊടുക്കേണ്ടതെന്ന് അറിയത്തില്ലെങ്കിൽ പോലും വീട്ടിലുള്ള മുതിർന്നവർ അവരെ ശാസിക്കുകയും അല്ലെങ്കിൽ പണ്ട് കാലത്തെയുള്ള ശിക്ഷാമുറകളോ എന്ത് തന്നെ ആയിക്കോട്ടെ അതിൻ്റെതായിട്ടുള്ള ഗുണങ്ങളും ദോഷങ്ങളും ഒക്കെ ഉണ്ട്. എന്നിരുന്നാൽ പോലും കുട്ടികൾ ഇങ്ങനെ അധികാര സ്ഥാനത്തിരിക്കുന്നവരെയോ അല്ലെങ്കിൽ ബഹുമാനിക്കേണ്ടവരെയോ ഒക്കെ അസഭ്യം പറയുമ്പോൾ തീർച്ചയായിട്ടും ഒരു തിരുത്തൽ ശക്തിയായിട്ട് ഗ്രാൻഡ് പേരൻസ് അല്ലെങ്കിൽ അവരുടെ അപ്പൂപ്പനും അമ്മൂമ്മയും ഒക്കെ ഉണ്ടായിരുന്നു. അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി ഇത്തരത്തിലുള്ള ഒരു കുടുംബാന്തരീക്ഷം ഉള്ളപ്പോൾ പലപ്പോഴും കുട്ടികൾ പറയുന്നത് ചെറുതും വലുതുമായിട്ടുള്ള കാര്യങ്ങൾക്ക് അത് എത്ര മോശപ്പെട്ടതാണെങ്കിലും അധപതിച്ച കാര്യങ്ങളാണെങ്കിൽ പോലും പേരൻസും അത് തന്നെയല്ല ഗ്രാൻഡ് പേരൻസ് പോലും അതിനെ ചിരിച്ച് തള്ളുന്ന ഒരു സങ്കടകരമായിട്ടുള്ള ഒരു അവസ്ഥ ഇത് മാത്രമല്ല ഞാൻ പലയിടത്തും കണ്ടിട്ടുണ്ട്. ചെറിയ വായിൽ കുട്ടികൾ വലിയ വർത്തമാനങ്ങൾ പറയുമ്പോൾ, പ്രത്യേകിച്ചും അതൊരു പക്ഷേ മറ്റുള്ളവരെ ഇൻസൾട്ട് ചെയ്തിട്ടായിരിക്കാം, മോശം പദം ഉപയോഗിച്ചിട്ടായിരിക്കാം, അപ്പോൾ ചിരിച്ച് പ്രോത്സാഹിപ്പിക്കുന്ന ഒരു ട്രെൻഡ് നമ്മുടെ സമൂഹത്തിലുണ്ട്. കുഞ്ഞുകുട്ടി ആയതുകൊണ്ടായിരിക്കാം, കുറുമ്പാണ്, കുട്ടിത്തമാണ് എന്നുള്ള ഒരു ന്യായീകരണം കൊണ്ടായിരിക്കാം ഗ്രാൻഡ് പേരൻസ് പോലും ചിരിച്ചു തള്ളുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഇതൊക്കെയും വളരെ തെറ്റായിട്ടുള്ള ഒരു മെസ്സേജാണ് ആ കുട്ടിക്ക് കൊടുക്കുന്നത്. ചില കുട്ടികൾ ജനിക്കുമ്പോൾ മുതൽ തന്നെ കുറുമ്പരാകാം, അല്ലെങ്കിൽ തനിഷ്ടക്കാരാകാം, അല്ലെങ്കിൽ അവർക്ക് പിടിവാശി ഉണ്ടാകാം. അവരുടെ ഇഷ്ടം നേടിയെടുക്കുന്നതിന് പലതരത്തിലുള്ള ശാഠ്യവും വാശിയും കരച്ചിലും അല്ലെങ്കിൽ ദുർവാശിയും ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുള്ള കുട്ടികൾ നമ്മുടെ ഇടയിലോ നമ്മുടെ സമൂഹത്തിലൊക്കെ ഉണ്ട്. ഈ കുട്ടികളെ നമ്മൾ മോൾഡ് ചെയ്യേണ്ടത് ഒരു അനിവാര്യ ഘടകമാണ്. അല്ലെങ്കിൽ ഈ കുട്ടികൾ വളർന്നു വരുമ്പോൾ നമ്മുടെ കയ്യിൽ നിൽക്കാതെയും ആദ്യമേ നമ്മുടെ കുടുംബത്തിലൊരു തലവേദനയായി മാറുകയും പിൽക്കാലത്ത് സമൂഹത്തിലൊരു തലവേദനയായി മാറുകയും ചെയ്യും. അതുകൊണ്ട് ഇത്തരം കുട്ടികളെ എങ്ങനെ കൈകാര്യം ചെയ്യാമെന്ന് ഇന്ന് നോക്കാം. ഒന്നാമതായിട്ട് വേണ്ടത് ഓപ്ഷൻ കൊടുക്കുക. ഇന്ന് എല്ലാ കാര്യത്തിനും ഓപ്ഷൻ ആണല്ലോ. നമ്മളൊരു ഫുഡ് ഓർഡർ ചെയ്താലോ അല്ലെങ്കിൽ ഒരു ഡ്രസ്സ് ഓർഡർ ചെയ്താലോ എല്ലാത്തിനും എന്തിനും ഓപ്ഷനാണ്. അങ്ങനെയാണെങ്കിൽ കുട്ടികളുടെ സ്വഭാവ രൂപീകരണത്തിനും ഈ ഓപ്ഷൻ നൽകാവുന്നതാണ്. ഇന്നത് ചെയ്യുമെന്ന് ആക്രോശിക്കുന്നതിന് പകരം ഓർഡർ ചെയ്യുന്നതിന് പകരം അവർക്ക് ഓപ്ഷൻസ് കൊടുക്കാം. ABCD ഇട്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചെയ്യാം. അതായത് സ്വീകാര്യമായ രീതിയിലുള്ള 4 ഓപ്ഷൻസ് കൊടുത്തിട്ട് ഇതിലേതെങ്കിലും നിങ്ങൾക്ക് ചൂസ് ചെയ്യാം എന്നുള്ള ഒരു സാഹചര്യം കുട്ടികൾക്ക് കൊടുക്കാം. അങ്ങനെ കൊടുത്തു കഴിയുമ്പോൾ എൻ്റെ കാര്യം ഞാൻ സ്വയം തീരുമാനിക്കുന്നു എന്നുള്ള ഒരു ആത്മാഭിമാനവും നമ്മൾ ആ കുട്ടിയിൽ വളർത്തിയെടുക്കുകയാണ്. അപ്പോൾ അവരുടെ കാര്യം അവർക്ക് ഇഷ്ടമുള്ള രീതി അവർക്ക് തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം കൊടുക്കുക. അതാണ് ഒന്നാമത്തെ മെത്തേഡ്. അതായത് ഓർഡർ അല്ല, ഓപ്ഷനാണ് നല്ലതെന്ന് സാരം. രണ്ടാമതെന്ന് പറയുന്നത് കുട്ടികളെ എൻഗേജ് ചെയ്തിരുത്തുക. പലപ്പോഴും നമ്മുടെ ഓട്ടപ്പാച്ചിലിന്റെ ഇടയ്ക്കും തിരക്കിന്റെ ഇടയ്ക്കും ഒക്കെ കുട്ടികൾക്ക് സമയം ചെലവഴിക്കാനായിട്ട് ഒരു പക്ഷേ കണ്ടെത്താൻ പറ്റാതെ വന്നിരിക്കും. അത് സാരമില്ല. പക്ഷെ വളരെയധികം മറ്റു മാർഗങ്ങളുണ്ട് കുട്ടികളെ എൻഗേജ് ചെയ്തിരുത്താൻ. ഉദാഹരണത്തിന് ചിത്രരചനയിൽ വാസനയുള്ളവരെ എന്തെങ്കിലും ഒരു പെയിന്റിംഗ് ക്ലാസ്സിന് വിടാം. നൃത്തത്തിൽ വാസനയുള്ളവരെ അത് പഠിപ്പിച്ചെടുക്കാം. അല്ലെങ്കിൽ ക്ലേ മോഡലിങ്ങോ ഇൻസ്ട്രുമെന്റ് അഭ്യസിക്കുന്നതിനോ അങ്ങനെ കുട്ടികൾക്ക് ഏതാണോ ഇഷ്ടം, അല്ല ഇതൊന്നുമല്ല ഫിസിക്കൽ ആക്ടിവിറ്റീസ് ആണ് ഇഷ്ടമെങ്കിൽ അതിന്റെ കോച്ചിങ്ങിന് വിടാം. ഫുട്ബോളോ അല്ലെങ്കിൽ ക്രിക്കറ്റോ മറ്റേതെങ്കിലും കോച്ചിങ്ങിന് വിടാം, സ്കേറ്റിങ്ങിന് വിടാം. അങ്ങനെ
കുട്ടികളെ എൻഗേജ് ചെയ്തിരുത്തുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ ഈ പറഞ്ഞു പൊന്തുന്ന ഊർജ്ജം ശരിയാവണ്ണം നമ്മൾ ചാനലൈസ് ചെയ്ത് വിടുകയാണ്. അവർ ഈ വാശിയും ദുർവാശിയും ഒക്കെ ഉള്ളിൽ ഇങ്ങനെ പറഞ്ഞു പൊന്തുമ്പോൾ അത് ലെറ്റ് ഔട്ട് ചെയ്യാനുള്ള ഒരു മാർഗം കുട്ടികൾ തന്നെ കണ്ടുപിടിക്കുകയാണ്. അവരുടെ വിരസതയും അല്ലെങ്കിൽ അവരുടെ മടുപ്പും ഒക്കെ മാറി അവർ പുതിയൊരു കല അഭ്യസിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം അവർ ഉരുത്തിരിയുകയാണ്. മൂന്നാമതെന്ന് പറയുന്നത് നമ്മൾ കുട്ടികളെ പ്രൈസ് ചെയ്യുക, പ്രോത്സാഹിപ്പിക്കുക. ചെറുതും വലുതുമായിട്ടുള്ള നല്ല കാര്യങ്ങൾ അവർ പലപ്പോഴും ചെയ്യാറുണ്ട്. നമുക്ക് പറ്റുന്ന ഏറ്റവും വലിയൊരു തെറ്റ് എന്ന് പറയുന്നത് അവരുടെ തെറ്റിനെ ചൂണ്ടിക്കാണിക്കാൻ നമ്മൾ പ്രാവീണ്യരാണ്. അത് തെറ്റായിപ്പോയി, ഇത് തെറ്റായിപ്പോയി എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. ചിലപ്പോൾ നമ്മൾ പൊട്ടിത്തെറിക്കാറുമുണ്ട്. പക്ഷെ ശരിയായിട്ടുള്ളൊരു കാര്യം ചെയ്യുമ്പോൾ, നല്ല കാര്യം ചെയ്യുമ്പോൾ നമ്മൾ എത്ര പേർ ആ കുട്ടിയെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. ഒരുപക്ഷെ നമുക്കൊരു ഗ്ലാസ് വെള്ളം എടുത്ത് തരുന്നതാകാം, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും രീതിയിലൊരു കെയർ, പരിഗണന കുട്ടി നൽകുന്നതായിരിക്കാം, നമ്മുടെ സാഹചര്യം മനസ്സിലാക്കി പെരുമാറുന്നതായിരിക്കാം. തീർച്ചയായിട്ടും ആ കുട്ടിയെ വിളിച്ച് അത് ഏത് ചെറിയ ഒരു അച്ചീവ്മെന്റ് ആണെങ്കിലും എന്ത് തന്നെയാണെങ്കിലും നല്ല കാര്യങ്ങളെ വിളിച്ചിരുത്തി കൊച്ചിനെ പ്രോത്സാഹിപ്പിക്കുകയും ചെറു സമ്മാനങ്ങൾ നൽകുകയും ഒക്കെ ചെയ്യാവുന്നതാണ്. അതാണ് മറ്റൊരു മാർഗം. ഈ പ്രൈസ് ചെയ്യുന്നതിനോടൊപ്പം നമ്മൾ മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് പറയുന്നത്, ചില കാര്യങ്ങൾ നമ്മൾ മൈൻഡ് ചെയ്യാതെ ഇരിക്കണം. അതായത് ഈ ഞാൻ മേൽ പറഞ്ഞ വൈറലായ വീഡിയോയിൽ ചില കുട്ടികൾ ഇത്തരം അതിസാമർത്ഥ്യം നമുക്ക് അംഗീകരിക്കാൻ പറ്റാത്ത രീതിയിൽ കാണിക്കുമ്പോൾ കുട്ടിയായതുകൊണ്ട് വിട്ടുകളയാതെ ഇത്തരം ബിഹേവിയേഴ്സ് ഉണ്ടാകുമ്പോൾ അത് ശ്രദ്ധിക്കാതെ ഇരിക്കുക, അല്ലെങ്കിൽ അതിന് അറ്റൻഷൻ കൊടുക്കാതെ ഇരിക്കുക. കുറച്ച് കഴിയുമ്പോൾ ഇത്തരം സ്വഭാവങ്ങൾ ആരും ശ്രദ്ധിക്കാനില്ലെന്ന് കാണുമ്പോൾ കുട്ടി അത് പതുക്കെ അതിൽ നിന്ന് പിൻവാങ്ങുന്നതായിട്ടും നമുക്ക് കാണാനായിട്ട് പറ്റും. നേരെ മറിച്ച് അതിനെ പ്രോത്സാഹിപ്പിക്കുകയും ചിരിക്കുകയും വീഡിയോ ആക്കി വൈറലാക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ ഇതേതോ വലിയ നല്ല കാര്യമാണ്, എൻ്റെ നാവിൽ നിന്നും വന്നത്, ഇങ്ങനെ വേണം ഞാൻ മറ്റുള്ളവരെ പരിഹസിക്കാൻ, അല്ലെങ്കിൽ എൻ്റെ ഒരു ആവശ്യം നേടിയെടുക്കുന്നതിന് മറ്റുള്ളവരെ ഏത് രീതിയിലും ഹീനമായിട്ടുള്ള രീതിയിലാണെങ്കിലും എനിക്ക് കുറ്റം ആരോപിക്കാനായിട്ട് അല്ലെങ്കിൽ അവരെ കുറിച്ച് പറയാനായിട്ടുള്ളൊരു അധികാരമുണ്ട്, ഇതാണ് ശരി എന്ന ആ കുട്ടി തെറ്റിദ്ധരിച്ച് വീണ്ടും അതേ രീതിയിലുള്ള നെഗറ്റീവ് സ്വഭാവങ്ങൾ കൂടുതൽ കാണിക്കാതെ കുട്ടിയെ നല്ല രീതിയിൽ കൊണ്ടുവരുന്നതിന് ഈ മൈൻഡ് ചെയ്യാതെ ഇരിക്കുന്ന ഒരു ടെക്നിക്കും വളരെയധികം ഫലവത്താണ്. അടുത്തത് കേൾക്കുക. പലപ്പോഴും കുട്ടികൾ വാശി കാണിക്കുന്നത്, ബഹളം ഉണ്ടാക്കുന്നതൊക്കെയും അവർക്ക് എന്തോ നമ്മളോട് പറയാനുണ്ടായിട്ടാവാം, അവർ പറയാതെ പറയുന്നതായിരിക്കാം. നമ്മുടെ ശ്രദ്ധ കിട്ടാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ നമ്മുടെ അറ്റൻഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു പക്ഷേ അവരെ ഉപയോഗിക്കുന്ന ഒരു മാർഗമായിരിക്കാം ഇത്തരം ബഹളങ്ങളും വാശികളും ഒക്കെ. അവരെ കേൾക്കാൻ തയ്യാറാകുക, അവർക്ക് എന്താണ് പറയാതെ പറയേണ്ടതുള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കുക, അതനുസരിച്ച് പെരുമാറാനായിട്ട് പഠിക്കുക. അങ്ങനെ വരുമ്പോൾ അവർക്ക് സമയം കൊടുക്കുമ്പോൾ, അവരെ നാം കേൾക്കാൻ തയ്യാറാകുമ്പോൾ, അവരുടെ ബുദ്ധിമുട്ടുകൾ നമ്മൾ മനസ്സിലാക്കാൻ തയ്യാറാകുമ്പോൾ, അതനുസരിച്ച് പെരുമാറുമ്പോൾ തീർച്ചയായിട്ടും അവരുടെ വാശി താനെ കുറയും. അടുത്തത് കാണിച്ചു കൊടുക്കുക. നമുക്ക് കോപം വരുമ്പോൾ എങ്ങനെയാണ് നാം അതിനെ കൈകാര്യം ചെയ്യുന്നത് അത് നാം മനസ്സിലാക്കുക. നമ്മുടെ വികാരങ്ങളെ നമ്മൾ എങ്ങനെയാണ് നിയന്ത്രിക്കുന്നത് അത് നാം മനസ്സിലാക്കുക. അത് ശരിയാവണ്ണമാണോ, ഈ രീതിയിലാണോ നാം കുട്ടികളുടെ മുമ്പിൽ കാണിച്ചു കൊടുക്കുന്നത്? നമുക്ക് എല്ലാവർക്കും കോപം വരാം. ഒരുപക്ഷെ ജീവിത പങ്കാളിയുമായിട്ടോ അല്ലെങ്കിൽ അച്ഛനോ അമ്മയുമായിട്ടോ ഒക്കെ നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകാം. പക്ഷെ അതൊരിക്കലും കുട്ടികളുടെ മുൻപിൽ കാണിച്ചു കൊടുക്കാൻ പാടില്ല. അഥവാ നമ്മുടെ വികാരങ്ങളെ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടായാൽ പോലും അത് കുട്ടികളുടെ അഭാവത്തിൽ വേണം അത് നടക്കുവാൻ, അല്ലെങ്കിൽ കുട്ടികൾ ഇല്ലാത്തപ്പോൾ വേണം അത്തരം ഇമോഷൻസ് നമ്മൾ എക്സ്പ്രസ് ചെയ്യുവാൻ. കുട്ടികളുള്ളപ്പോൾ വളരെ സൂക്ഷിച്ചു മാത്രം നമ്മുടെ വികാരങ്ങൾ കൈകാര്യം ചെയ്യുക. നമ്മളെപ്പോഴും അവർക്ക് റോൾ മോഡലായിട്ട് നിൽക്കുക. ആ രീതിയാവുമ്പോൾ നമ്മൾ എങ്ങനെയാണോ നമ്മുടെ ദേഷ്യത്തെ നിയന്ത്രിക്കുന്നത്, നമ്മൾ എങ്ങനെയാണോ നമ്മുടെ വികാരങ്ങളെ കൺട്രോൾ ചെയ്യുന്നത്, അതേ രീതിയിൽ തന്നെ കുട്ടികൾ കാണിക്കുകയും കുട്ടികൾ അത് പഠിച്ചെടുക്കുകയും ആ രീതിയിൽ കുട്ടികൾ പെരുമാറുകയും ചെയ്യും. അവസാനത്തേത് സ്നേഹിക്കുക. നമ്മൾ സ്നേഹിക്കുന്നവരെ പിണക്കാതിരിക്കാൻ നാം ശ്രദ്ധിക്കാറുണ്ട്. അവർക്ക് ഇഷ്ടമുള്ളത് ചെയ്യാൻ നാം ശ്രദ്ധിക്കാറുണ്ട്. കുട്ടികളും അങ്ങനെ തന്നെയാണ്. നമ്മൾ സ്നേഹം മനസ്സിൽ വെച്ചതുകൊണ്ട് അർത്ഥമില്ല, അത് പ്രകടമാക്കുക. അപ്പോൾ പലപ്പോഴും നാം അവരെ സ്നേഹിക്കുന്നത് കൊണ്ട്, നമ്മളോടുള്ള തിരിച്ചുള്ള സ്നേഹം കൊണ്ട് പലപ്പോഴും അവർ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകാറുണ്ട്, അല്ലെങ്കിൽ അവരവരുടെ കോപത്തെ അടക്കി സംസാരിക്കാറുണ്ട്. അതുകൊണ്ട് കോപത്തെ അടക്കാനുള്ള ഒരു ആയുധമാക്കി സ്നേഹത്തെ ഉപയോഗിക്കാം. നന്ദി.